ഹായ് എവരിവൺ, എല്ലാവർക്കും ശിവദം ടാരോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നല്ല ടൈം ആയി കഴിഞ്ഞു, വെരി ഹാപ്പിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആണ്. പ്രയോറിറ്റി എപ്പോഴും സെറ്റ് ചെയ്യുക എന്നതാണ് വേണ്ടത്. നിങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടി ജീവിതത്തിലെ കുറച്ച് സമയം കൊടുക്കുക. അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. പണവും സന്തോഷവും സ്നേഹവും എല്ലാം നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളൊരു സെപ്പറേഷനിലൂടെയാണ് പോകുന്നതെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ആരുടെ അടുത്തു നിന്നാണോ സെപ്പറേഷനിലായത് അവരുടെ കൂടെ ഉണ്ടാവുക എന്നത് നിങ്ങൾക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അടുത്തത് ഒരു ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നഷ്ടപ്പെട്ട സ്റ്റെബിലിറ്റി തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ ഈ വ്യക്തി പവർഫുള്ളായ ലീഡറായി കഴിഞ്ഞു. ആർക്കും തടയാൻ പറ്റില്ല. നിങ്ങൾ ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നു, നിങ്ങൾക്കൊരു ധൈര്യം വരുന്നു. എല്ലാ കാര്യത്തിനു വേണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഓറ പ്രൊട്ടക്റ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വെച്ച് നിങ്ങളുടേതായിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മുന്നോട്ട് സ്മൂത്തായിട്ട് നിങ്ങളുടെ രീതികളെയും ആക്ഷൻസിനെയും കൊണ്ടുപോകാൻ സാധിക്കുന്നതാണെന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഫൂൾ കാർഡാണ്. ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. ഇതൊരു സ്പിരിച്വൽ ജേർണിയാണ്. ഈ കാർഡ് പറയുന്നത് ട്രസ്റ്റ് ദി യൂണിവേഴ്സ്, ടേക്ക് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ്. യൂസ് യുവർ ലോജിക്. ഏത് പ്രായത്തിലായാലും ഒരു പുതിയ കാര്യം ചെയ്യാനുള്ള ആർജവം എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതൊരു പോസിറ്റീവ് കാർഡാണ്. യൂണിവേഴ്സ് സപ്പോർട്ടീവ്. ധൈര്യമായി മുന്നോട്ട് പോവുക. ലോജിക്ക് വേണം. ഏത് കാര്യത്തിനും എടുത്തു ചാടരുത്. ഡേഞ്ചർ സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടിയാണ് ഇതിലെ ഡോഗ് നമ്മെ സൂചിപ്പിക്കുന്നത്. മുന്നോട്ട് പോകലെ, സൂക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഒരു പുതിയ തുടക്കം. എന്തോ ഒരു കാര്യം നടക്കുമോ ഇല്ലേ എന്ന് വിചാരിച്ച കാര്യം അത് നടന്നു എന്ന് കാണുന്നുണ്ട്. ബ്ലൈൻഡായി ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എല്ലാത്തിനും ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ലവേഴ്സ് കാർഡാണ്. ലവേഴ്സ് ഈ കാർഡ് സൂചിപ്പിക്കുന്ന ഒരു സെലിബ്രേഷനാണ്. ലവ്, ഫിസിക്കൽ റിലേഷൻ, കാർഡ് ഓഫ് യൂണിയൻ, കാർഡ് ഓഫ് മാരേജ്, മ്യൂച്വൽ ട്രസ്റ്റ്, ഹീലിങ്ങിൻ്റെ കോഡാണ്. പുരുഷൻ എപ്പോഴും ചിന്തിക്കുന്നത് ലോജിക്കായാണ്. സ്ത്രീ എപ്പോഴും ചിന്തിക്കുക ഇമോഷണലി ആയിട്ടാണ്. നിങ്ങൾക്കൊരു സോൾ കണക്ഷനുള്ള ബന്ധം വരുന്നു എന്ന് കാണുന്നുണ്ട്. പിക്ചറിൽ ബാക്കിൽ വോൾക്കാനോ ഉണ്ട്. അത് എപ്പോഴും പൊട്ടാൻ പോകുന്ന ഒരു അഗ്നിപർവ്വതമാണ്. അത് മാരേജിലാണെങ്കിൽ ടെംപ്റ്റേഷൻ ഉണ്ടാകും, മാരത്തോൺ ഉണ്ടാകും, അനാവശ്യ പാഷൻ ഉണ്ടാകും, ന്യൂഡിറ്റി വരും. ചില ആൾക്കാർക്ക് ബിസിനസ്സിലാണെങ്കിൽ പാർട്ട്ണർഷിപ്പാണ് കാണിക്കുന്നത്. വളരെയധികം സന്തോഷത്തിലാണെന്നാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്ലെസ്സിങ് കിട്ടുന്നത്. ഈ കാർഡ് മറച്ചു വെച്ചത് ഇങ്ങനെ കാർഡ് വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാർഡ് മറച്ചു വെച്ചത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ പ്രൊക്കാസിനേഷൻ, വെറുതെ സമയം കൊല്ലുക എന്ന് പറയും. നിങ്ങളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ നിങ്ങളെ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. മുന്നോട്ട് പോകുന്നില്ല. വെറുതെ സാക്രിഫൈസ് ചെയ്ത് നിങ്ങൾ ജീവിതം കളയുകയാണ്, വെറുതെ തടഞ്ഞു വെക്കുകയാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ പലതും സ്റ്റക്കാവുകയാണ്. എന്തൊക്കെയോ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്റ്റക്കായി പോകപ്പെട്ട അവസ്ഥ. നിങ്ങളെ വിട്ടുപോയ ആളെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും ഒരു സ്റ്റക്കായി പോയ പൂർണ്ണമായ ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നതുകൊണ്ട് നിങ്ങളാകെ ദുഃഖത്തിലാണ്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു എംബ്രസ് കാർഡാണ്. ഇതൊരു സമൃദ്ധിയെ കാണിക്കുന്നു. ഫെർട്ടിലിറ്റിയാണ് കാണിക്കുന്നത്. ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സമയമായെന്നാണ് കാണിക്കുന്നത്. നിങ്ങളൊരു കാര്യം തുടങ്ങി വെച്ചിരിക്കുന്നു, അതിന് നല്ല പ്രോഗ്രസ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ വളരെ സന്തോഷവും തോന്നുന്നുണ്ട്. ഈ കാർഡ് ഫെർട്ടിലിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അവിചാരിതമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതായിരിക്കാം. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കാം. നിങ്ങളുടെ എനർജിയുമായി ഒത്തുപോകുന്നെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.